നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പഴയകാല ബാലതാരങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ പലരും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. 1990 കമലിന്റെ സംവിധാനത്തിൽ മുകേഷ്, ജയറാം, സായികുമാർ, സുരേഷ് ഗോപി, ഉർവശി, രഞ്ജിനി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു തൂവൽ സ്പർശം. ഈ സിനിമയിൽ നായകന്മാർക്ക് കളഞ്ഞു കിട്ടുന്ന ആ കൊച്ചുകുട്ടിയെ ഓർമ്മയില്ലേ? കുസൃതിയായ കിങ്ങിണി എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേര് ഫർസീന എന്നായിരുന്നു. വെറും 9 മാസം മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു ഫർസീന ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. വളരെ ചെറുപ്പത്തിലായിരുന്നു ബേബി ഫർസീനയെ ഈ സിനിമയിൽ കാണിച്ചിരുന്നതെങ്കിലും പിന്നീടൊന്നും മറ്റു സിനിമകളിൽ ഇവർ അഭിനയിച്ചിരുന്നില്ല. എന്നാൽ 34 വർഷങ്ങൾക്ക് ശേഷം ഓസിലർ എന്ന സിനിമയുടെ പ്രമോഷനിടയിലാണ് തൂവൽ സ്പർശം എന്ന സിനിമയിലെ നായകന്മാരിൽ ഒരാളായ ജയറാം ഇവരെ കണ്ടുമുട്ടുന്നത്. ഞാൻ ഒരു ക്ലൂ തരാം. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. തൂവൽ സ്പർശം എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ ഒരു സൗഭാഗ്യം, അതെ, കിങ്ങിണി ഫർസീനയാണ് ഞാൻ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടുന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ? എന്നാൽ ഫർസീനയെ പിന്നീട് സിനിമാ മേഖലയിലൊന്നും കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവർ കുടുംബജീവിതം നയിച്ചു വരുന്നു. 1991 സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ജയറാമും ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തി ഇപ്പോഴും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന സിനിമയാണ് സന്ദേശം. ഈ സിനിമയിൽ ശ്രീനിവാസന്റെയും ജയറാമിന്റെയും ഇളയ അനുജനായ പ്രശാന്തൻ എന്ന കഥാപാത്രത്തെ ഓർമ്മയില്ലേ? വൈകി വരുന്നൊരു പതിവാക്കിയിരിക്കുകയാണോ? എന്ന വഴിക്ക് എന്നെ ഒരു പശു കുത്താൻ വന്നു ടീച്ചർ. ഈ കുട്ടിയുടെ ഒന്നും പശു കുത്താൻ വന്നില്ലല്ലോ. പശുവിന് എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും ടീച്ചർ. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ പ്രശാന്തൻ എന്ന കഥാപാത്രം ഉണ്ടാക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ കൊടി ശ്രീനിവാസനും ജയറാമും ചേർന്ന് ഒടിച്ചു ദൂരെ കളയുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹം സിനിമയിൽ നിന്നൊക്കെ മാറി പിന്നീട് യഥാർത്ഥ ജീവിതത്തിൽ ഡോക്ടറായി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തു വരികയാണ്. 14 വർഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. ഞാൻ സ്വന്തം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു വടുതലയിൽ. 2004 ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ദിലീപും സംവൃത സുനിലും പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു രസികൻ. ഈ സിനിമയിൽ ഉണ്ണിക്കുട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലതാരത്തെ ഓർമ്മയില്ലേ? ഹരിമുരളി എന്നായിരുന്നു ആ താരത്തിന്റെ യഥാർത്ഥ പേര്. സീരിയലുകളിലൂടെയായിരുന്നു ഹരിമുരളി സിനിമയിലെത്തിയിരുന്നത്. രസികൻ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രായം വെറും 6 വയസ്സ് മാത്രമായിരുന്നു. രസികന് ശേഷം ഏതാനും ചില ചിത്രങ്ങളിലും ഈ താരം അഭിനയിച്ചിരുന്നു. 2015 പുറത്തിറങ്ങിയ അമർ അക്ബർ ആന്റണി എന്ന സിനിമയിൽ ഒരു വേഷം ചെയ്തിരുന്നു. സിനിമാഭിനയം പഠനത്തെ ബാധിച്ചപ്പോഴാണ് 15-ാം വയസ്സിൽ അഭിനയം നിർത്തുന്നത്. പിന്നീട് ബാംഗ്ലൂരിലെ പഠനത്തിന് ശേഷം ജോലി സംബന്ധമായി UAE പോകുകയായിരുന്നു. ഇപ്പോൾ VFX ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വരുന്നു. സിനിമയിലേക്ക് എഡിറ്റിംഗിലൂടെയും റൈറ്റിംഗിലൂടെയും തിരിച്ചു വരാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. പ്രേമിക്കുന്നു സാർ. ഉള്ളിന്ന് വരട്ടെ എന്ന് മാമൻ പറയണ്ടല്ലോ. ഉള്ളിയെ കൊല്ലം പോയോന്ന് ചോദിച്ചു. അപ്പോഴാണ് കടവാവില് ഇറങ്ങിയിട്ട് ഏകദേശം 20 കൊല്ലം ആവാറ്. എന്നായിരിക്കും ശിവൻകുട്ടി മാമനും ഈ കടവാവലുമായി ഇനിയൊരു സിനിമ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും. ഇപ്പോൾ VFX ആർട്ടിസ്റ്റായ ഹരിമുരളിക്ക് വീണ്ടും സിനിമയിലേക്ക് ആഗ്രഹം പോലെ തിരിച്ചു വരാൻ സാധിക്കട്ടെ. 1992 സംഗീത് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മോഹൻലാലും ജഗതിയും തകർത്തഭിനയിച്ച യോധ എന്ന സിനിമയുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഈ സിനിമയിൽ ഉണ്ണിക്കുട്ടനായി അഭിനയിച്ച നേപ്പാൾ സ്വദേശിയായ സിദ്ധാർത്ഥ് ലാമയെ ഓർമ്മയില്ലേ? നിന്റെ രൂപവും നിന്റെ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. നിനക്ക് ഞാനൊരു പേരിടാം, ഉണ്ണിക്കുട്ടൻ. യോധ സൂപ്പർ ഹിറ്റ് ആയെങ്കിലും നമ്മുടെ താരം പിന്നീട് സിനിമകളിലൊന്നും അഭിനയിച്ചില്ലായിരുന്നു. എന്നാൽ 2016 ലെനിൻ രാജേന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മനീഷ കൊയ്രാളയും ഉത്തര ഉണ്ണിയും പ്രധാന വേഷത്തിലെത്തിയ ഇടവപ്പാതി എന്ന സിനിമയിലെ നായകൻ നമ്മുടെ സിദ്ധാർത്ഥ് ലാമയായിരുന്നു. എന്നാൽ ഈ സിനിമ അത്രയങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. നേപ്പാളിൽ ലഹരിക്കെതിരായി പോരാട്ടം നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിച്ചു വരികയാണ് നമ്മുടെ സിദ്ധാർത്ഥ് ലാമ ഇപ്പോൾ. 1993 സിബി മലയിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മുരളിയും മാധവിയും പ്രധാന വേഷത്തിലെത്തി നമ്മളെ ഒരുപാട് കരയിപ്പിച്ച സിനിമയായിരുന്നു ആകാശദൂത്. ഈ സിനിമയിൽ മോനു, മീനു, ടോണി, റോണി എന്നീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച 4 കൊച്ചുകുട്ടികളെ ഓർമ്മയില്ല. ഈ സിനിമയിൽ മീനു എന്ന മൂത്ത മകളുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് സീന ആന്റണി ആയിരുന്നു. ആകാശദൂത് എന്ന സിനിമയ്ക്ക് ശേഷം നിരവധി സിനിമകളിൽ ഇവർ അഭിനയിക്കുകയും നിരവധി അവാർഡുകൾ നേടുകയും ചെയ്തിരുന്നു. സീന ആന്റണി ഇപ്പോൾ സീരിയലുകളിൽ അഭിനയിച്ചു വരുന്നു.
ഈ സിനിമയിൽ റോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മാർട്ടിൻ കോരയായിരുന്നു. മാർട്ടിന് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. പിന്നീട് ഇദ്ദേഹം ഏതാനും ചില സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു. പിന്നെ സിനിമയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ് മാർട്ടിൻ കോര. ഈ സിനിമയിൽ മോനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ കൊച്ചുകുട്ടിയുടെ പേര് ബെൻ കെ അലക്സാണ്ടർ എന്നായിരുന്നു. പിന്നീട് സിനിമയിലേക്കൊന്നും വന്നില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറായി ഇപ്പോൾ ജർമ്മനിയിൽ ജോലി ചെയ്തു വരുന്നു. ഫാസിലിന്റെ സംവിധാനത്തിൽ 1992 പുറത്തിറങ്ങി മമ്മൂട്ടി, ശോഭന, സുരേഷ് ഗോപി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഈ സിനിമയിലെ പപ്പയുടെ സ്വന്തം അപ്പൂസിനെ ഓർമ്മയില്ലേ? അപ്പൂസ് എന്ന കഥാപാത്രമായി അന്ന് അഭിനയിച്ചിരുന്നത് മാസ്റ്റർ ബാദുഷയായിരുന്നു. എന്താ നീ ഇങ്ങനെയെന്ന്? എന്നാൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമ ഹിറ്റായിരുന്നെങ്കിലും ബാലതാരമായ ബാദുഷ പിന്നീട് അധികം സിനിമകളിലൊന്നും അഭിനയിച്ചില്ലായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2015 ഫാസിൽ ബഷീറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മുംബൈ ടാക്സി എന്ന സിനിമയിൽ നായകനായാണ് ബാദുഷ പിന്നീടെത്തുന്നത്. ഒരു തിരിച്ചുവരവാണ് എന്റെ ലക്ഷ്യം. പക്ഷേ നാട്ടുകാർക്ക് പഴയ താല്പര്യം ഉണ്ടാവോ എന്നൊരു സംശയം. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് നാട്ടുകാർ വലിയ താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവും വലിയ രീതിയിൽ നടന്നില്ല. പിന്നീട് വലിയ രീതിയിൽ സിനിമയിലൊന്നും ഇദ്ദേഹത്തെ കണ്ടതുമില്ല. 1988 ഡെന്നീസ് ജോസഫിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, സുരേഷ് ഗോപി, സോമൻ, ലിസി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു മനോങ്കൾ. കുട്ടികൾക്ക് പ്രാധാന്യം നൽകിയ ഒരു സിനിമയായിരുന്നു ഇത്. ഈ സിനിമയിൽ ഡാനി എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ ബാലതാരത്തെ ഓർമ്മയുണ്ടോ? മനുങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കൂവിയത്? ഓ പിന്നെ ഞാൻ കണ്ടു. ആഹാ, കുഴയുമല്ലോ. കുര്യൻ ചാക്കോ എന്നായിരുന്നു ആ താരത്തിന്റെ പേര്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്ന കുട്ടികളെ ആവശ്യമുണ്ടെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പരസ്യം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂവിന് വന്ന് സെലക്ഷൻ കിട്ടിയ ആളായിരുന്നു ഇദ്ദേഹം. മനോങ്കൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിലും നമ്മുടെ താരം പിന്നീട് മറ്റു സിനിമകളിലൊന്നും അഭിനയിച്ചില്ലായിരുന്നു. പിന്നീട് സിനിമയിൽ നിന്നൊക്കെ വിട്ട് ബിസിനസ് നടത്തി ജീവിച്ചു വരികയായിരുന്നു നമ്മുടെ താരം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ലുക്മാൻ അവറാൻ, ബിനു പപ്പു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സൗദി വെള്ളയ്ക്ക എന്ന സിനിമയിൽ ഒരു ജഡ്ജിയുടെ വേഷത്തിൽ നമ്മുടെ കുര്യൻ അഭിനയിച്ചിരുന്നു. ഈ സിനിമ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇദ്ദേഹം സിനിമയിലെത്തിയിരിക്കുകയാണ്. 1999 ഭദ്രന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, മീന, നാസർ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ഒളിമ്പ്യൻ ആന്റണി ആദം. മോഹൻലാൽ വളരെ വ്യത്യസ്തമായ പോലീസ് കഥാപാത്രമെത്തിയ ഈ സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായിരുന്നു റോസ് മോൾ. ഹായ് ഒളിമ്പിയൻ, ഇതെല്ലാം എന്റെ പടമാണ്. നമുക്ക് ബെല്ലാമാമനെ പേടി. ബെല്ലാമാം എല്ലാരും പിച്ചി മുള്ളിക്കും. സനിക നമ്പ്യാർ എന്നായിരുന്നു ഈ കൊച്ചു നടിയുടെ പേര്. ഈ സിനിമയിലെ സനികയുടെ പ്രകടനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഒളിമ്പ്യൻ ആന്റണി ആദം എന്ന സിനിമയ്ക്ക് ശേഷം അധികമൊന്നും സിനിമകളിൽ ആ കാലഘട്ടങ്ങളിൽ ഇവർ അഭിനയിച്ചിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2004 സുരേഷ് ഗോപി നായകനായെത്തിയ അഗ്നി നക്ഷത്രം എന്ന സിനിമയിലാണ് അഭിനയിച്ചത്. പിന്നീട് 2013 എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒറീസ എന്ന സിനിമയിൽ ഉണ്ണി മുകുന്ദന്റെ നായികയായി ഇവർ അഭിനയിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ബാലതാരം ഈ ഉണ്ണി മുകുന്ദൻ സിനിമയിലൂടെ നായികയായി തിരിച്ചു വന്നെങ്കിലും സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയായിരുന്നു. സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും മോഡലിംഗ് രംഗത്ത് സക്സസ്ഫുൾ ആണ് സനിക നമ്പ്യാർ. ഇത്തരത്തിൽ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു ബാലതാരങ്ങളുടെ പേര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ താരങ്ങളെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.